സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇടുക്കിയിലോട്ട് പോവാണ്. അപ്പോൾ ഒരു ചെറിയ ട്രിപ്പാണ്. അയ്യോ വഴി മൊത്തം അപ്പോൾ വഴി മൊത്തം ഷോ വരുന്നത്. അപ്പോൾ അതല്ല, നമ്മളപ്പോൾ ഇന്ന് ഇടുക്കിയിലോട്ട് പോവാണ്. പ്ലാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ മറ്റേ ലാഡ്രം എസ്റ്റേറ്റ് ആ ഭാഗത്തോട്ടാണ്. മറ്റേത് നമ്മുടെ ചാർലി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2 മണി 2:10. അയ്യോ 2:10 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അങ്ങോട്ട് വിടണം. അപ്പോൾ നമ്മളിപ്പോൾ 14 മൈൽ ആ ഒരു ഏരിയയിലാണ്. നമുക്ക് ഇവിടെ കുറച്ച് പോകണ്ട. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 100 കിലോമീറ്റർ സംതിങ് എന്തോ ഉണ്ട്. സോ നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സുണ്ട്, എൻ്റെ ബാക്കിൽ ഒരു തെണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഫ്യൂവൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു പമ്പ് തപ്പി നടക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഇപ്പോൾ പൊൻകുന്നത്തിനുള്ള ആ റോഡിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളിന്ന് 310-ല്ല, ഇത് എക്സ്പൾസിലാണ്. സോ എക്സ്പൾസിലാണ് ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് വന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും, വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഒരു മോട്ടോ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ എക്സ്പൾസിലാണ് പോകുന്നത്. സോ ഇതിന് പവറില്ല, ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഓടിച്ചോട്ടെ. ഈ സോസോ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക, കാര്യം അതൊരു ശീലമായിപ്പോയി. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി. അപ്പോൾ ആദ്യമേ നമുക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് ബാക്കി ഡീൽ ചെയ്യാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഇപ്പോൾ പമ്പ് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ കയറി പെട്രോൾ അടിച്ചിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ ഇതിന് നേരെ പൊൻകുന്നം, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി ആ റൂട്ട് കയറി പോകണം. എൻ്റെ അമ്മേ ഇതെന്തൊരു അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് കാഞ്ഞിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. മുന്നേ ഒരു മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു, പൊൻകുന്നം, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി എന്നാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയാണ്, മാറിപ്പോയതാണ് എനിക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അവിടെ ആയിട്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മുണ്ടക്കയം എത്തും. മുണ്ടക്കയത്ത് നമുക്ക് നേരെ കയറാം. പുറകിലുള്ളവന്മാരെ കാണുന്നില്ല. മഴ പെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. കയ്യിൽ വെള്ളം വീണു. മഴയാണോ? ശാന്തി, സന്തോഷമായി മോനെ എനിക്ക്. ഇതെന്ത് വെയിലും വരെ, കുറുക്കൻ്റെ കല്യാണം. അറിയത്തില്ല, നോക്കാം. ഇന്നല്ലേ ഉള്ളൂ. അപ്പേ നീ മനസ്സിലായി. അയ്യോ താണ്ടി കരിമ്പാറം. അതായത് ചെറുതായിട്ട് മഴയൊക്കെ തോന്നുന്നുണ്ട്. വലിയ സീൻ കാണില്ല, നമുക്ക് നോക്കാം. മഴ ഉണ്ടെങ്കിൽ പെട്ടു. ക്യാമറയൊക്കെ വെക്കാനായിട്ട് മഴക്കോട്ടൊന്നും ഇല്ല ഞങ്ങളുടെ കയ്യിൽ. പെട്ടെന്ന് ഇറങ്ങിയതാണ് എല്ലാം, ഷടുപടേന്ന്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മുണ്ടക്കയം കഴിഞ്ഞ് ഇങ്ങനെ വന്നു, കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ കൂടെയുള്ള 2 അവന്മാരുണ്ട്. അവന്മാരെ ഇപ്പോൾ കാണുന്നില്ല. അവന്മാർ ദൂരത്തുനിന്ന് വരുന്നുള്ളൂ. സോ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യണം. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി ഓഫ് ചെയ്തില്ല. ഓക്കെ. അപ്പോൾ എക്സ്പൾസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അവന്മാർ വന്നിട്ട് വേണം പോകാനായിട്ട്. എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ഭയങ്കര പയ്യാണ് വരുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ആക്ച്വലി പയ്യാണ് വന്നത്, പക്ഷേ സ്റ്റിൽ അവന്മാരെ കാണാനില്ല. അപ്പോൾ ചെറിയ മഴക്കാറൊക്കെയാണ് അവിടെ, നോക്കി അറിയാം. ഫുള്ള് മഴക്കാറ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവന്മാർ വന്നിട്ട് ബാക്കി എടുക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ഒക്കെയാണ്. മീൻസ് ആ പോകുന്ന ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണ് കാണാൻ. സോ അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. സോ അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ലൈക്ക് ഇവിടെ തൊട്ടാണ് ഇനി പ്രോപ്പർ ഇടുക്കി എന്ന് പറഞ്ഞൊരു സ്പോട്ട് കയറാൻ വേണ്ടി പോകുന്നത്. ഇടുക്കി എന്ന് പറഞ്ഞൊരു സ്ഥലം കയറാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ സ്റ്റിൽ മുണ്ടക്കയത്തിലാണ്, ഇടുക്കി ആയിട്ടില്ല. പക്ഷേ ഇത് ഈ ഒരു വഴിയുണ്ടോ, അതായത് ഈ കയറി വരുന്നത്, ഇതിങ്ങനെ കയറുന്ന സ്ട്രെയിറ്റ് വണ്ടലോട്ട് ഇടുക്കിയിലോട്ടാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ക്ലച്ച് കരിയുന്ന മണം. ഈ ബസ്സെല്ലാം ഇറങ്ങി വന്ന് ക്ലച്ച് കരിഞ്ഞ് ഇവിടെ ഒരു വൃത്തികെട്ട മണമാണ് ഈ ക്ലച്ച് കരിയുന്നതിൻ്റെ. അത് മൂക്കിലോട്ട് അടിക്കുമ്പോൾ തന്നെ വാള് നോക്കാൻ വരും. എന്തായാലും നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ് അയ്യോ ചവിട്ടി. അപ്പോൾ ഇടുക്കിയുടെ ബ്യൂട്ടി തുടങ്ങുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം ആ ഒരു ഭംഗി. ഇടുക്കിയുടെ ഫുള്ള് ഇത് കേട്ടോ, ആ ലാൻഡ്സ്കേപ്പേ നിങ്ങൾ കണ്ടോ, ഭയങ്കര രസമാണ്. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു നോർമൽ ചൂടെന്നുള്ളൊരു ക്ലൈമറ്റിൽ നിന്ന് മാറിയിട്ടൊരു കൈൻഡ് ഓഫ് ഒരു തണുത്ത ക്ലൈമറ്റിലോട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആ കയറ്റം കയറുമ്പോൾ തന്നെ. പിന്നെ നോക്കി വഴി അടിപൊളിയാണ്. അത്യാവശ്യം ശോക വഴിയൊന്നുമല്ല, നല്ല വഴികളാണ്. വണ്ടി ഓടിച്ച് കൊണ്ട് പോകാൻ പറ്റിയ വഴികളാണ്. ഈ എക്സ്പൾസിൻ്റെ ഒരു പവർ കുറവിൻ്റെ ഒരു പ്രശ്നമുള്ളൂ, അല്ലേ നമുക്ക് ജെറ്റ് ഇട്ട് പോയിരുന്നു. പക്ഷേ ഇതിപ്പോൾ കൈൻഡ് ഓഫ് ഒരു കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകാൻ പറ്റിയൊരു സെറ്റപ്പിലാണ്. ഫുള്ള് ബ്ലോക്കാണ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാണ്. ഈ ഒരു ലോറി കാരണം അവിടെ നിന്ന് ഒരു ബസ് വരുന്നുണ്ട്. അമല ചേച്ചി വന്നു. അമലാക്ക വന്നടാ അക്കാ. ഇവന് ഞാൻ എന്താ വേണ്ടത്? അയ്യോ
ഒരു വലിയ ബ്ലോക്കിൽ നിന്ന് കയറി. എന്തൊരാശ്വാസം. എത്തുന്ന സ്പോട്ട് എത്തുമ്പോഴത്തേനും ഒരു 3-4 ആവും. അതാണ് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ടൈം. വെയിലില്ല, ഇതാണ്ട് ഇടിച്ച് പൊളിച്ച് കിടക്കുന്നു. ഓ എന്തോടാ ഇടിച്ച് തകർത്ത് കിടങ്ങൻ. അതും എക്സ്പേർട്സാണ്. ഈ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ്. നല്ല രസമുള്ള റോഡാണ് ഇത്. നേരെ ചെല്ലുന്ന വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ്. സോ നമുക്ക് അവിടെ പോയിട്ട് നിർത്താം. എന്നിട്ട് ബാക്കിയുള്ളവർ വരുന്നിടം വരെ നോക്കണം എന്തായാലും. കണ്ടോ കയറി വരുന്നുണ്ടോ. ഓ ചുമ്മാ കയറി വരും, ഒരു ബോധവും വെളിവൊന്നും ഇല്ലാതെ. ഇതാണ് ഗൈസ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് വെള്ളച്ചാട്ടമുണ്ട്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ ഫുള്ള് വെള്ളം ഇങ്ങനെ അടിച്ച് കയറി വരുന്നതാണ്. ഹായ് ബ്യൂട്ടിഫുൾ ഗൈസ്. ഇതാണ് ഇപ്പോൾ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇറങ്ങാൻ പറ്റും. ഇതിലിറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ ആൾക്കാർ ഒന്ന് കുളിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് മറ്റേ കുട്ടിക്കാനം എത്താറായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേ പോയി കഴിഞ്ഞാൽ മറ്റേ അമ്മച്ചി കൊട്ടാരം ആ റൂട്ട് ഇതിലേ പോകുന്നത്. ഇതിലേ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റ് അതെ ഇവിടെ എപ്പോൾ വന്നാലും മഞ്ഞ. ഇത് നേരെ ഇതിപ്പോൾ കുട്ടിക്കാനം ടൗണാണ്. അവിടെ നമുക്ക് ഇനി റൈറ്റ് പോകണം. റൈറ്റ് പോയിട്ട് ബാക്കി കാര്യം നടക്കുള്ളൂ. നമ്മളിപ്പോൾ കുട്ടിക്കാനത്തുനിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. ഒരു നല്ല അടിപൊളി മഴ പെയ്തു. എൻ്റെ പൊന്നെ കുറേ അത്യാവശ്യം നനഞ്ഞു. ജാക്കറ്റൊക്കെ നനഞ്ഞു, പാൻറ്റ് നനഞ്ഞിട്ടുണ്ട്, ഷൂവിൻ്റെ അകത്ത് ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മഴയായിരുന്നു. പെയ്തത് അറിഞ്ഞില്ല. ഇവിടെ എന്താടാ? ഓ അവിടെ ഇടിഞ്ഞു പോയി. ഓ മൈ ഗോഡ്, അവിടെ ഇടിഞ്ഞു പോയി ഗൈസ്. സൈഡ് ഇടിഞ്ഞു പോയി. ഇതൊക്കെ ഫുള്ള് മലയാണ്. അതെ, റിയലി ഡേഞ്ചറസ്. അപ്പോൾ ഗൈസ് ഇതാണ് മറ്റേ ലാഡ്രം എസ്റ്റേറ്റിലോട്ട് പോകുന്നത്. പക്ഷേ പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി നമുക്ക് നേരെ പോകണം, അങ്ങോട്ടല്ല. ഇവിടെ നിന്ന് മഴയെ പെയ്തിട്ടില്ല. ഇത് കണ്ടോ, ഫുള്ള് ഡ്രൈ ആയി കിടക്കുകയാണ്. മഴയൊക്കെ അങ്ങോട്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരുന്തുംപാറയിലോട്ട് കയറുന്ന എൻട്രൻസിൽ സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ 5.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ലാഡ്രം എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. സോ നമ്മൾ നേരെ പോവാണ്. ദേ പോകുന്നു. ഇങ്ങോട്ടാണോ? ഓക്കെ, അവിടുന്ന് റൈറ്റ് എടുക്കുക, പക്ഷേ ലെഫ്റ്റ് എടുക്കുക, ദെൻ പിന്നെ റൈറ്റ് എടുക്കുക. ഓ ഏതോ ഒരു പിടി വിട്ട് വരുന്നുണ്ട്. ഇതേ പോകുന്നു ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടോ? ഓ ഈ ഇത് കണ്ടോ? ഓ എന്ത് രസം നോക്കി. കിടിലം കിടില ലാൻഡ്സ്കേപ്പ് അല്ല, കിടില വ്യൂ. എൻ്റെ പൊന്നെ. ഓ അതുകൊണ്ടോ അവിടെ മഞ്ഞൊക്കെ കയറി ഫുള്ള് സെറ്റായിട്ടിരിക്കുകയാണ്. അയ്യോ. അപ്പോൾ നമ്മൾ കുറേ കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന അണ്ണാച്ചി പോകുന്ന വഴിയാണ് നമ്മൾ പോകുന്നത്. അതെ, അണ്ണാച്ചി എങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. അതാണ്ട് അവൻ അണ്ണാച്ചിയോട് ചോദിച്ചിട്ട് അണ്ണാച്ചിനെ വശീകരിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നു. നിങ്ങൾക്കിപ്പോൾ ബ്യൂട്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വരാൻ വേണ്ടി പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്കിന് വരിക, കാറിനൊന്നും വരരുത്. കാറിനൊന്നും വന്നു കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി ഒന്നും കൈൻഡ് ഓഫ് എൻജോയ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് വരത്തില്ല. സോ മാക്സിമം ബൈക്സ് ചൂസ് ചെയ്ത് വരിക. ഇങ്ങോട്ടല്ലടാ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇതെങ്ങോട്ടാണെന്നൊന്നും ഒരു പിടിയില്ല. എങ്ങോട്ടോ ആണ് എന്നുള്ളൊരു വിശ്വാസത്തിലങ്ങ് പോകും. ഇറങ്ങി വരാൻ പറയാനോട്. ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല, റോഡുണ്ട്. എവിടെ? അതെ. ഇത് മറ്റേ റോഡിലോട്ട് വന്നു കയറത്തില്ലേ? ഡേയ് ഇവിടുന്നല്ല നമ്മൾ തിരിഞ്ഞു പോയത്. എടാ ഇവിടുന്നല്ല അങ്ങോട്ട് തിരിഞ്ഞു പോയത്. നീ ഏത് അങ്ങോട്ട് ചെന്നാൽ എവിടെ ചെല്ലും? വഴിതെറ്റി. പിന്നെ നമുക്ക് തിരിച്ച് അതേപോലെ ഇറങ്ങാം. ഇതാണോ? ഓ ഇതിലേ കറങ്ങി. ഓ ഗൈസ് ഈ വഴിയാണ് താഴോട്ട് ഇങ്ങനെ പോണം. പോസ്റ്റാണ് ഈ വളവ്. എൻ്റെ അമ്മച്ചി. ഗവന്മാരിറങ്ങി വന്ന് അടിക്കുമെന്ന് തോന്നുന്നു. ഗൈസ് ഏതോ പൊന്ത കാട് വഴിയാണ് തോന്നുന്നത്. എങ്ങോട്ടാണെന്നൊന്നും ഒരു പിടിയില്ല.
ഡേയ് വീടാ? ഇങ്ങോട്ട് വഴിയുണ്ടോ? എടാ ഇത് എവിടാ ഇത്? ഇതിനെ മണ്ടലൊക്കെ വെച്ച് മഴ പെയ്ത തന്നെ ചെയ്യും. ഇതാണോ? വാ ഇതിലെ വേറെ എന്തില്ലെന്ന്? എൻ്റെ ഉണ്ടോ? മലമുകളിലാണോ? അവരോട് ചോദിച്ചാൽ ഇവിടെ വല്ല വ്യൂ പോയിന്റ് ഉണ്ടോന്ന്. ചോദിക്ക്. ഇതെങ്ങോട്ടാ? എവിടെ പോകുന്നു? കാണാൻ വല്ലതും ഉണ്ടോ? ഏതില്? അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് കേറി പോയാൽ മതി. മെയിൻ റോഡിന്റെ അവിടെ അങ്ങോട്ട് ശിവഗിരി. ശിവഗിരി തിരുവനന്തപുരത്തല്ലേ? ഇറങ്ങി വരി ഹരി. നേരെ പോയാൽ മെയിൻ റോഡ് വരും. മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് അവിടെ ഒരു സിം റോഡ് കാണാം. അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ മതി. താങ്ക്സ്. അതിലെ ഇറങ്ങി ഇപ്പുറത്തൂടെ പോവും. ഇവിടെ നിൽക്കണത് അങ്ങോട്ട് പോണോ? ശരി, നമ്മൾ താഴെയൊക്കെ വീടുണ്ടെന്ന് തോന്നുന്നു. ഓ ഗൈസ്, ഒരു നിഗൂഢത നിറഞ്ഞ ബംഗ്ലാവിലെത്തി. ഇതെന്തത്? ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ബംഗ്ലാവിൻ്റെ അകത്തോട്ട് പോകും. കളിന്നോട് ഈ വീടൊക്കെ പൊളിഞ്ഞ് ഇതൊക്കെ എങ്ങനെ പോയതാണോ? അകത്തോട് കയറുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റേ ചാർലിയുടെ ലൊക്കേഷനിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. മഴയായിരുന്നു, അതുകൊണ്ടാണ് ബാക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം മറ്റേ നമ്മുടെ അമ്മച്ചി കൊട്ടാരം ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തി. വൈകുന്നേരം ഇപ്പം കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. യുവട്ടി എല്ലാവരും തിരിച്ചു പോകുന്ന സമയമാണ്. രാത്രി ഒരു ഹൊറർ ഫീലായിരിക്കും മിക്കവാറും അങ്ങോട്ട് പോകുന്ന സമയത്ത്. അറിയത്തില്ല എന്താവും എങ്ങനെ പോകുന്നു.
നമുക്ക് നോക്കാം. രണ്ടാമത് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ പുറകെ വരുന്നുണ്ട്. ഏതാ കോടമഞ്ഞിൽ? ഓഹോയ് എടാ, ഇത് മറ്റേ സൈക്കോകൾ കൊല്ലാൻ നിൽക്കുന്ന സ്ഥലം പോലെ ഇല്ലേ? ഓ, ഇത് ഏതായി കുത്തിക്കാട്? എൻ്റെ പൊന്നെ, അതെ, ഇരുൾ നിറഞ്ഞ സ്ഥലങ്ങൾ. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അയ്യോ, ഹൊറർ! എൻ്റെ പൊന്നെ, അയ്യോ എടാ സീൻ, അയ്യോ എൻ്റെ. ഇത് അപ്പുറത്തെ വഴി ഇറങ്ങിപ്പോ തിരിച്ച്, അതിലെ വേറെ വഴിയുണ്ട്. അടി, ഇത് ഏതാണ് സ്ഥലം? എൻ്റെ പൊന്നറിയാ. അയ്യോ, കോട പോയി. പക്ഷെ ഒരു ഹൊറർ ഫീലുണ്ട് ഇവിടെ അല്ലേ? ഓയ്യോ, ഒറ്റയ്ക്കൊക്കെയാണെ ഞാൻ ഇപ്പം മുള്ളിപ്പോയത്. ഒറ്റയ്ക്കൊക്കെയാണെ ഞാൻ ഒന്നും നോക്കത്തില്ല, ഫുൾ ആക്സിലേറ്ററിൽ വാ. അതെ, എൻ്റെ പൊന്നെ, ഇവിടെ എത്തി. മാറിക്കടാ.